കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ MSFന് നിർദ്ദേശം നൽകി ലീഗ് നേതൃത്വം. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള 4 ജനറൽ സീറ്റുകളിലേക്കും MSF നോമിനേഷൻ നൽകി. KSU മുന്നണി മര്യാദ ലംഘിച്ചതുകൊണ്ടാണ് ജനറൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതെന്നാണ് MSF നേതൃത്വം വിശദീകരിക്കുന്നത്. അനൽക സെയ്ദ് നമുക്കൊപ്പം ചേരുകയാണ്. അനൽക, UDSF ആയിട്ടാണ് ഇത്ര കാലത്തിലധികം അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിച്ചപ്പോഴും അതല്ലാത്തപ്പോഴും എല്ലാം MSFും KSUവും ഭരിച്ചിരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഒരു 45 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ MSFും KSUവും UDF സഖ്യത്തിലാണ് മത്സരിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 8 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ UDSF സഖ്യം തിരിച്ചുപിടിക്കുന്നത്. ആ ഘട്ടത്തിൽ KSUവിനായിരുന്നു ചെയർപേഴ്സൺ സ്ഥാനം നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ ധാരണയുണ്ടായിരുന്നു. അടുത്ത വർഷം നടക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSFനാവണം ഈ ചെയർപേഴ്സൺ സീറ്റ് ഉൾപ്പെടെയുള്ള സീറ്റ് നൽകുന്ന കാര്യത്തിൽ ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ നൽകുന്ന ഘട്ടത്തിലാണ് പൂർണ്ണമായിട്ടും മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട് KSU ചെയർപേഴ്സൺ സീറ്റിലും അതോടൊപ്പം തന്നെ ജോയിന്റ് സെക്രട്ടറി സീറ്റിലും നോമിനേഷൻ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് MSF ജനറൽ സീറ്റിൽ ചെയർപേഴ്സൺ സീറ്റ് ഉൾപ്പെടെ 4 പ്രധാനപ്പെട്ട സീറ്റുകളിലേക്കും MSFും നോമിനേഷൻ നൽകി. ഇതുമായി ബന്ധപ്പെട്ട് UDF തലത്തിലൊക്കെ തന്നെ UDF നേതാക്കന്മാരുടെ ആ ഘട്ടത്തിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വത്തിന്റെ അടുത്ത് നിന്ന് നിർദ്ദേശം ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആകെ 538 കൗൺസിലർമാരാണുള്ളത്. കഴിഞ്ഞ തവണ UDSFന് പോൾ ചെയ്ത 261 വോട്ടുകളിൽ 220ലധികം വോട്ടുകൾ MSFന്റെ, അതാണ് 41 വോട്ടുകൾ മാത്രമാണ് KSUവിന് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാനാണ് ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് MSFന് നിർദ്ദേശം ലഭിച്ചത്. അതോടൊപ്പം തന്നെ മറ്റു സർവകലാശാലകളിലും KSU മുന്നണി മര്യാദ ലംഘിച്ചെന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഈ MSFന്റെ നേതൃത്വം പരാതി നൽകിയതിന്റെ കത്തും പുറത്തു വന്നിരിക്കുകയാണ്. ഈ കുസാറ്റിലടക്കം KSU മുന്നണി മര്യാദ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് MSF നേതൃത്വം VD സതീശന് പരാതി നൽകിയിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് MSF കൃത്യമായി സ്വാധീനമുള്ള സർവകലാശാലയാണ് കാലിക്കറ്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ജില്ലകളിൽ ഉൾപ്പെടെ MSFനാണ് നേതൃത്വം. അവിടെ KSUവിന് സംഘടനാ ക്യാമ്പസുകളടക്കം തെരഞ്ഞെടുപ്പുകളിൽ KSUവിന് വലിയ സ്വാധീനമുള്ള MSFന്റെ ഫലത്തിൽ കൂടിയാണ് കഴിഞ്ഞ തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ MSF തിരിച്ചുപിടിച്ചത്. ആ ഘട്ടത്തിൽ അതിന്റെ ഒരു പരിഗണന പോലും മറ്റ് സർവകലാശാലകളിലൊന്നും MSFനെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്ന ഗുരുതരമായുള്ള ആരോപണമാണ് ഈ കത്തിൽ, പ്രതിപക്ഷ നേതാവിനുള്ള കത്തിൽ MSF നേതൃത്വം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം കണ്ണൂരും കുസാറ്റിലും ആരോഗ്യ സർവകലാശാലയിലും ഒക്കെ തന്നെ ഈ കണ്ണൂരും ആരോഗ്യ സർവകലാശാലയിലും MSF മുന്നണി മര്യാദ പാലിച്ചു. എന്നാൽ കുസാറ്റിലേക്ക് എത്തിയ സമയത്ത് KSU പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ മുന്നണി മര്യാദ ലംഘിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് VD സതീശനും എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് ഉൾപ്പെടെ ഈ വിഷയത്തിനകത്ത് മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട് KSU നൽകിയിരുന്നാൽ ഇത് പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തീരുമാനം KSUവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 22-ന് നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MSF ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. MSFനെ ലീഗ് നേതൃത്വത്തിന്റെ പിന്തുണ എന്ന വാർത്ത കൂടി പുറത്തുവരികയാണ്. KSU മുന്നണി മര്യാദ ലംഘിച്ചു എന്നുള്ളതാണ് MSF ആരോപിക്കുന്നത്. അനൽക സെയ്ദാണ് വിവരങ്ങൾ നൽകിയത്.